അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഇവിടെ പരാമർശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ശത്രുദോഷം എങ്ങനെ നമ്മുടെ സ്നേഹബന്ധങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ശത്രുദോഷം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. നിരവധിയായ രീതികളിൽ ശത്രുദോഷം ഒരാളെ ബാധിക്കുന്നു. കണ്ണേറിലൂടെ ശത്രുദോഷം ബാധിക്കുന്നു, ആഭിചാരങ്ങളിലൂടെ ശത്രുദോഷം ബാധിക്കുന്നു, നാവ് ദോഷങ്ങളിലൂടെ, ബ്രാക്ക് ദോഷങ്ങളിലൂടെ, ഇങ്ങനെ തുടങ്ങി നിരവധിയായിരിക്കുന്ന രീതിയിൽ അപവാദ പ്രചരണങ്ങളിലൂടെ, മറ്റുള്ളവരുടെ ഇടപെടലുകളിലൂടെ ഒക്കെ ശത്രുദോഷം നമ്മുടെ വിഷയങ്ങളെ ബാധിക്കുന്നു. ഇപ്പോൾ രണ്ട് വ്യക്തികൾ പ്രണയിച്ചിരിക്കുമ്പോൾ അവരിൽ എങ്ങനെയാണ് ശത്രുദോഷം ബാധിക്കും എന്ന് നോക്കാം. രണ്ടുപേർ പ്രണയിച്ചിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ പ്രണയം ഇവരുടെ വീട്ടിൽ പിടിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ പിടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സുഹൃത്ത് ഇവർക്കിടയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ശത്രുക്കളാണ്. ഇവരുടെ ബന്ധത്തെ തകർക്കാൻ വേണ്ടി ശത്രുവിൻ്റെ രൂപത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ടുപേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിൽ ചിലപ്പോൾ പലരും വിവാഹിതരായി ഒന്നിച്ച് താമസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം അതിന് തടസ്സമായിട്ട് ചിലപ്പം വീട്ടിലുള്ളവരായിരിക്കും, നമുക്ക് പറ്റുന്ന ബന്ധമല്ല, ചെറുക്കൻ്റെ സ്വഭാവം ശരിയല്ല, പെണ്ണിൻ്റെ സ്വഭാവം ശരിയല്ല എന്നിങ്ങനെയൊക്കെ നൂറുകൂട്ടം കാര്യങ്ങൾ അവതരിപ്പിച്ച് ബന്ധത്തെ മുറിച്ചു കളയുന്നു. ചില ബന്ധങ്ങളിൽ ദമ്പതികളാണ്, വിവാഹിതരാണ്, ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് കുടുംബ ബന്ധത്തിൽ കെട്ടുറപ്പ് കുറഞ്ഞിട്ട് നമുക്ക് സ്നേഹവും തണലും ആശ്വാസവും കിട്ടുന്ന മറ്റേതെങ്കിലും ഒരു ബന്ധത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അവിടെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമുക്ക് ശത്രുവായിത്തീരുന്നു, പ്രശ്നങ്ങളാകുന്നു, ബന്ധം മുറിഞ്ഞു പോകുന്നു. താങ്ങാൻ കഴിയാത്ത ദുഃഖത്തിൽ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നു. പല സ്ഥലങ്ങളിൽ വിളിച്ചു നോക്കുന്നു, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ശത്രുദോഷത്തിന് പരിഹാരമുണ്ടാക്കുന്നത് വഴിയായിട്ട് സ്നേഹബന്ധങ്ങളെ, സത്യസന്ധമായിട്ട് കൊണ്ടുപോകുന്ന സ്നേഹബന്ധങ്ങളെ നമുക്ക് ബലപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇത് സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ശത്രുദോഷം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. ബാക്കിയുള്ള വെറുതെയുള്ള പ്രേമം നടിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾക്കൊന്നും ഇതിന് പ്രാധാന്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. പിന്നെ ശത്രുദോഷം നമ്മുടെ വ്യാപാര മേഖലകളെ ബാധിക്കാറുണ്ട്, കുടുംബങ്ങളെ ബാധിക്കാറുണ്ട്, കുട്ടികളുടെ പഠനത്തെ ബാധിക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിലും ശത്രുദോഷം എന്ന് പറയുന്ന വിഷയം ബാധിക്കുന്നുണ്ട്. നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക് ഒക്കെ നമ്മൾ പോലും അറിയാത്ത വ്യക്തികളായിരിക്കും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാകുക. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താനും അവരെ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ നമുക്ക് കാര്യങ്ങളെ സുഗമമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇതിന് അറബിയിൽ ധാരാളം കർമ്മങ്ങളൊക്കെ ഉണ്ട്. ശക്തിയേറിയ കർമ്മങ്ങളിലൂടെ ശത്രുവിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.